എടാ എന്തങ്ങനെ നോക്കിക്കണത്? ഒന്നുമില്ലടാ, ചെറിയ മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാണ് കുറേ മാർക്ക് അങ്ങോട്ട് വാങ്ങാൻ പോകണം. ഒന്ന് വാങ്ങിയാലോ? വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, നമുക്കിതെന്ന് അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ കാര്യത്തിൽ അങ്ങോട്ടൊക്കെ വർത്തമാനത്തിലേക്ക് ഒന്നും പോണില്ല. എക്സാം ഇങ്ങനെ അടുത്ത് വരുമ്പോഴാണ് സാറേ വർത്തമാനം. കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്? കൂടുതൽ മാർക്ക് വാങ്ങാൻ പോവാണ്. കൂടുതൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിലെ മാക്സിമം മാർക്ക്. ഇനി ഇതിൽ നിന്ന് നമ്മളോട് ചോദിക്കരുത് അവർ. അമ്മാതിരി ക്വസ്റ്റ്യന് ആൻസർ ചെയ്തു പോകണം നമ്മൾ. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ചോദിച്ചാലും തേച്ചും മറിച്ചും വടിച്ചും ഒടിച്ചും കടിച്ചും എങ്ങനെ ചോദിച്ചാലും നമ്മൾ എന്തായിരിക്കണം മക്കളെ? നമ്മൾ ആൻസർ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഏറ്റവും മാക്സിമം ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മേക്ക് എ നോട്ട് ഓൺ വാട്ടർ റിസർവോയർ ഇൻ കേരള. കേരളത്തിലെ ജലസംഭരണിയെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജലസംഭരണി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന മക്കളെ മറ്റൊന്നുമല്ല, ഡാമുകളെ പറ്റിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഡാമുകൾ അല്ലെങ്കിൽ അണക്കെട്ടുകൾ കേട്ടിട്ടില്ലേ? ഇടുക്കി ഡാം കേട്ടിട്ടില്ലടാ? അങ്ങനെ ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ കേരളത്തിൽ ഏകദേശം 57 ലാർജ് ഡാമുകളാണല്ലോ. എത്രയാണ്? 57 വലിയ അണക്കെട്ടുകളുടെ. അതിൽ 4 ആരുടെ അണ്ടറിലാണ്? തമിഴ്നാട്ടിൻ്റെ അണ്ടറിലാണ്. 4 ആരുടെ അണ്ടറിലാണ്? തമിഴ്നാട്ടിൻ്റെ അണ്ടറിലാണ്. ദ ടോട്ടൽ ആക്റ്റീവ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ഓൾ ദീസ് ഡാംസ് ടുഗദർ 5.806 BCM. മക്കളെ, നമ്മുടെ ഈ ഡാമിൽ ഇങ്ങനെ വെള്ളം നിർത്തുമ്പോൾ അതിൻ്റെ സ്കെയിൽ കറക്റ്റ് പറയാം BCM എന്നാണ്, എന്ന് വെച്ചാൽ ബില്യൺ ക്യൂബിക് മീറ്റർ. അതിൻ്റെ ഫുൾ ഫോം ആണ് കേട്ടോ. ആ രീതിയിലാണ് വരുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് 7.4% ഓഫ് ദ ടോട്ടൽ ഡിസ്ചാർജ് ഇൻ ഓൾ ഓഫ് ദി 44 റിവർ. എത്ര റിവറുകളാണ് മക്കളെ ഉള്ളത്? 44 റിവർ അല്ലേ? ആ നദികളുടെ ആകെ നീരൊഴുക്കിൻ്റെ 7.4% അല്ലെങ്കിൽ 7.4% ആണ് എന്തെന്ന് പറയുന്നത് ഈ ഡാമിലുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എലുസിഡേറ്റ് ദ സിറ്റുവേഷൻസ് ലീഡിങ് ടു ലാൻഡ് സ്ലൈഡ്സ് ഇൻ കേരള. കേരളത്തിൽ ഉരുൾപൊട്ടലിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ എന്താ? കേരളം ഉരുൾപൊട്ടലിന് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡിന് കാരണമാകാനുള്ള ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞിട്ടാണ്. എങ്ങനെ? ദ ടോപ്പോഗ്രഫി ഓഫ് കേരള ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് സ്ലോപ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. എങ്ങനെയാണ് മക്കളെ? കിഴക്ക് നിന്ന് എങ്ങനെയാണ്? പടിഞ്ഞാറോട്ട്. എങ്ങനെയാണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഏതെന്ന് പറയുന്നത് ചെരിഞ്ഞാണ് കേരളത്തിൻ്റെ ഭൂഘടന. അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട്? കുന്നുകളൊക്കെ ഉണ്ട്, ഒരുപാട് ഹിൽസുകളുണ്ട്, നിരവധി പ്രദേശങ്ങൾ. പരിസ്ഥിതി എന്താണ്? ലോല പ്രദേശമാണെന്ന് പറയുന്നത് അല്ലേ? ലോല പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ചെരിവ് സംഭവിക്കുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി ഡിഫറൻറ്റ് റീസൺ ഫോർ ഒക്കറൻസ് ഓഫ് ഫ്ലഡ് ഇൻ കേരള. കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള കാരണം എന്താ? വെള്ളപ്പൊക്കം എങ്ങനെ ഉണ്ടാവുക? മഴ പെയ്ത് കഴിഞ്ഞാൽ കുറേ വെള്ളം നിൽക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു പോകും? വെള്ളപ്പൊക്കം ഉണ്ടായിപ്പോവില്ല. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? റീക്ലൈമിങ് ദ പാഡി ഫീൽഡ് ഫോർ ദി അതർ പർപ്പസ്. നമ്മുടെ വയലുകളൊക്കെ നികത്തി ബിൽഡിങ്ങുകളും റോഡുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വെള്ളം എവിടെയൊക്കെ പോവുക? ബിൽഡിങ്ങിൻ്റെ മേലെ പൊന്തും, അത്ര തന്നെ. അപ്പോൾ ദ ഫില്ലിംഗ് ഓഫ് ലോ ലേയിങ് റീജിയൻസ് ഇൻ ലാർജ് സ്കെയിൽ അബ്സ്ട്രാക്ട് ദ പെർക്കുലേഷൻ ഓഫ് വാട്ടർ വിച്ച് ഇൻ ടേൺ കോസസ് ഫ്ലഡ്. അതുപോലെ തന്നെ മക്കളെ, അൺസയൻറ്റിഫിക് ലാൻഡ് യൂസസ്, അശാസ്ത്രീയപരമായിട്ടുള്ള എന്തായിരുന്നു നമ്മുടെ ലാൻഡൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് മക്കളെ? ഹിൽസ്, ഡിമോളിഷൻ ഓഫ് ഹിൽസ്, കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തുന്നുണ്ട്. റോക്ക് കോറിങ്, കോറി അറിയില്ല നമ്മൾ, പാറക്കെട്ടുകളൊക്കെ സിനിമയിലൊക്കെ വില്ലന്മാരെ കാണിക്കുമ്പോൾ അപ്പോൾ JCB കൊണ്ട് നിൽക്കണത് കാണാം അല്ലേ? കോറിൻ്റെ ഭാഗത്തൊക്കെ എന്നിട്ട് തലക്കെട്ട് കേട്ടിട്ട് ഞാൻ തല്ലാൻ വരുന്ന പോലെ, അതന്നെയാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ പാറക്കെട്ടുകളൊക്കെ ഇങ്ങനെ ഇടിച്ച് നിർത്തി കഴിഞ്ഞാലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സാൻഡ് മൈനിങ്. എന്താണ് സാൻഡ് മൈനിങ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പുഴയിൽ നിന്നും മറ്റുള്ള നദികളിൽ നിന്നൊക്കെ നമ്മൾ എന്തായിരിക്കും മണലെടുക്കാറുണ്ട്, സാൻഡുകൾ എടുക്കാറുണ്ട്. അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള റീസൺ. ഇനി അടുത്ത, വാട്ട് ആർ ദ പ്രിക്കോഷണറി മെഷേഴ്സ്? എന്തൊക്കെ? പ്രിവെൻറ്റ് ഫ്ലഡ് ആൻഡ് ലാൻഡ് സ്ലൈഡ്. വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡുകളും തടയാൻ കേരളത്തിൽ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ തടയാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നാണ്. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ക്രിയേറ്റ് എൻവയോൺമെൻറ്റൽ അവയർനെസ്. എന്ത് കൊടുക്കണം? കൃത്യമായ അവബോധം, പരിസ്ഥിതിയെ പറ്റിയിട്ട് കൃത്യമായ ഒരു അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കണം. അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കണം. ഒരുപാട് നിയമങ്ങളുണ്ട്. പാടങ്ങൾ നികത്താൻ പാടില്ല, കോറി പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ആ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കണം. അതുപോലെ തന്നെ സിമൻറ്റ് കട്ടകൾ, ഇഷ്ടിക ഉപയോഗിച്ചുള്ള, കണ്ടോ മക്കളെ, ദ സ്ലൈഡ്സ് വാൾസ് around the houses will be built bio fencing with bush plant. എന്തൊക്കെയായിരുന്നു മക്കളെ? ഈ സിമൻറ്റ് കട്ടകളോ അല്ലെങ്കിൽ ഇഷ്ടികളോ വെച്ചിട്ടാവരുത്. അതായത് ബുഷസ്, കുറ്റിച്ചെടികളൊക്കെ വെച്ചിട്ടുള്ള എന്തായിരിക്കണം? ഇതായിരിക്കണം. മതിലുകൾക്ക് പകരം കുറ്റിച്ചെടികൾ ഉപയോഗിച്ചിട്ടുള്ള ജൈവ വേലികൾ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് മക്കൾ. അതാണ് ഞാൻ പറയുന്നത്, ഈ ഇത്രയും കുറഞ്ഞ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? കിഡിലൻ മാർക്ക് സെറ്റാണ്. ഹാപ്പി ആയിരിക്കുക. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ ബൈ.